ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിയോ ഹോം ട്യൂഷൻ. എന്തൊക്കെയാണ് എന്റെ മക്കളെ വിശേഷങ്ങള്? മിസ് വീണ്ടും വന്നു അല്ലേ? മിസ് ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ്? നിയോ ഹോം ട്യൂഷനിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ്? 10ാം ക്ലാസ്സിലെ തന്നെ സോഷ്യൽ സയൻസ് ആണ് മിസ് എടുക്കുന്നത് എന്റെ മക്കൾക്ക് അറിയാം. അപ്പൊ ഞാൻ മിസ് എന്താ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എന്താ? ഇപ്പൊ അറിയാത്ത ക്ലാസ്, കഴിഞ്ഞ ക്ലാസ്സുകൾ കേൾക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ഏതാണ് മിസ് എടുക്കുന്ന വിഷയം എന്ന് മനസ്സിലാവണ്ടേ? മിസ് എടുക്കുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് നമ്മൾ ഇപ്പൊ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ അതിലെന്താണ് എക്കണോമിക്സിലെ സെക്ടേഴ്സ് ഓഫ് ദി ഇന്ത്യൻ ഇക്കോണമി എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് അതിലെ കുഞ്ഞി പോർഷൻ ആണ് ഇപ്പൊ നമ്മൾ ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും എക്കണോമിക് സെക്ടേഴ്സിന് നമുക്ക്, അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസിനെ, ഇൻകം റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അങ്ങനെ എക്കണോമിക് ആക്ടിവിറ്റീസിനെ പ്രധാനമായിട്ടും, അല്ലെങ്കിൽ എക്കണോമിക് സെക്ടറിനെ പ്രധാനമായിട്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സാമിന് എപ്പോഴും ഒരു പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷൻ തന്നെയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആക്ടിവിറ്റീസ് നോക്കാം. ഏതൊക്കെയാണ് ആ സെക്ടർ എന്ന് വെച്ചാൽ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെറിട്ടറി സെക്ടർ. പ്രൈമറി സെക്ടറിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? അതായത് നാച്ചുറൽ റിസോഴ്സസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് പ്രൈമറി സെക്ടർ. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിനെ നമ്മൾ ഒന്നും കൂടെ പറയുന്നത് വെച്ചാൽ അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയാം നമുക്ക്, അല്ലേ? പ്രൈമറി സെക്ടർ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം അഗ്രികൾച്ചറൽ സെക്ടർ, അല്ലെങ്കിൽ ഫിഷിംഗ്, ഫോറസ്ട്രി ഒക്കെ വരുന്നതാണ് എന്ത്? പ്രൈമറി സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി എന്ന് പറഞ്ഞാൽ. രണ്ടാമത് വരുന്ന എക്കണോമിയാണ് എന്ത്? സെക്കൻഡറി സെക്ടർ ഓഫ് ദി ഇക്കോണമി, അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ. സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ഓഫ് വൺ ഗുഡ് ഇൻ ടു അനദർ കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ദ സെക്കൻഡറി സെക്ടർ. അപ്പൊ ഇതിന് പ്രധാനമായിട്ടും എന്തൊക്കെയാണ് വരുന്നത്? മാനുഫാക്ചറിങ് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെ പറയാൻ പറ്റും? Manufacturing is one of the important components of the secondary sector. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഷുഗർ കേൻ ഇൻടു ഷുഗർ, അല്ലേ? ട്രാൻസ്ഫോർമേഷൻ ഷുഗർ കേൻ ഇൻടു ഷുഗർ. മൂന്നാമത്തെ ഒരു സെക്ടർ ആണ് എന്ത്? ടെറിട്ടറി സെക്ടർ, അല്ലെങ്കിൽ എന്താണ്? സർവീസ് സെക്ടർ. അതായത് എന്താണ്? ലോയേഴ്സ്, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സെക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കുഞ്ഞു പോർഷൻ ഏതാണ്? സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി ആണ് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സെക്ടർ. അപ്പൊ എന്താണ് എന്റെ മക്കളെ? ഒന്നെങ്കിൽ നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് MCQ-നകത്ത് നിങ്ങൾക്ക് എക്സാമ്പിൾ തരും. ഇതിൽ ഏതാണ് ഈ സെക്ടർ എന്ന് പറയണം. അപ്പൊ എന്താണ്? നമുക്ക് സെക്ടേഴ്സ് പഠിച്ചാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്താണ് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നേക്കും. ബൈ.